എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ എന്ന് ട്രിപ്പ് പോകാന്ന് വിചാരിച്ചാൽ ഇതുപോലെ അങ്ങ് മഴ പെയ്തങ്ങ് നിൽക്കും. അതേപോലെ മഴ പെയ്തൊരു ദിവസമാണ് ഇന്ന്. അങ്ങനെ നമ്മൾ മഴ പെയ്തെന്ന് പറഞ്ഞ് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് അതിന്റെ ഒരു വൈബ് അങ്ങോട്ട് പോകില്ലേ. അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങ് നേരെ അങ്ങ് തിരിച്ച് മഴയത്ത്. അതിന്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് ഷൂസ് ഒഴിക്കാനായിട്ട് പോയതാണ് പയ്യ. അത് കണ്ടിട്ട് എല്ലാവരും വഴി തെറ്റിന്ന് പറഞ്ഞ് കൂടെ വന്നു. എന്താ ഇപ്പൊ ചെയ്യാ, എല്ലാരും മണ്ടന്മാരായി പോയില്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ചെറുതായിട്ട് വണ്ടിക്ക് വലിവ് കുറയുന്നുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ കിട്ടിയിട്ട് എഞ്ചിൻ ഓയിൽ അങ്ങ് മാറി. എവിടെയൊക്കെ പോയാലും നമ്മളെ പടക്കുതിര അതേപോലെ അവിടെ കാണും. എന്താ അല്ലേ. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നനച്ച സ്ഥലത്തോട്ട് പോകാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ പെട്ടെന്ന് നോക്കിയപ്പോ ഏതോ ഒരു പെങ്കൊച്ച് ഡ്രസ്സ് മാറി നടക്കലേ തോന്നിയത്. അത് നമ്മുടെ ഷായാണ്. ആ മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന മലയില്ലേ, അവിടെയാണ് നമുക്ക് പോവേണ്ടത്. അതിന്റെ ഇടയിൽ വിശന്ന് വലിഞ്ഞപ്പോഴാണ് മാലാകെ പോലെ ഒരു ഓഡിറ്റോറിയം കണ്ടത്. പിന്നെ നമ്മൾ വെറുതെ ഇവിടെ തോന്നുന്നുണ്ടാ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വെള്ളവും കുറച്ച് കല്യാണ സീനും പിന്നെ കുറച്ചധികം ബിരിയാണിയും കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. എന്തൊക്കെയായാലും അവിടുത്തെ ഫുഡ് ഒന്നും പറയില്ല, വേറെ ലെവലായിരുന്നു. അങ്ങനെ നമ്മുടെ മനസ്സും വയറും നിറഞ്ഞ സന്തോഷത്തിൽ നമ്മളെ യാത്ര അങ്ങോട്ട് വീണ്ടും ആരംഭിച്ചു. ഇത് കണ്ടപ്പോ വീഡിയോ കണ്ടുപിടിക്കുന്ന നിങ്ങളെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തല്ലേ, ചുമ്മാ അറിഞ്ഞേട്ടാ, നിങ്ങളൊക്കെ എന്റെ മുത്തുമണികളല്ലേ. ഇതിന്റെ ഇടയിൽ ഒരു പാട്ടിന്റെ കുറവുണ്ടോന്നൊരു സംശയം. എന്നാ പിന്നെ ഒരു പാട്ട് അങ്ങോട്ട് കാച്ചാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പാട്ടൊക്കെ പാടി നമ്മൾ നേരെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി. ഇതാണ് നമ്മുടെ പൊന്മുടി അറിയാത്ത ആരും കാണത്തില്ലല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ അവിടുത്തെ മഞ്ഞൊക്കെ കൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുല്ലിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നില്ലേ, അതാണ് നമ്മുടെ അൻഷാദ്. നമ്മുടെ പൊന്മുടിയിൽ സ്വർഗത്തിന്റെ ഇടയിൽ കട്ടറുമ്പോ വരുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, അതാണ് ഈ ഒരു കൊളയട്ട. ഇത് നമ്മുടെ അഴുക്കരക്തം മാത്രമേ കുടിക്കോളെങ്കിലും നമുക്കിത് കടിക്കണത് പോയിട്ട് ഇത് കേറിയത് പോലും അറിയാൻ പോലും പറ്റൂല. അങ്ങനെ നമ്മൾ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ വൈബടിച്ച് അവിടെ കുറെ നേരം ഇരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു അവിടെ സൈഡിൽ കുറച്ച് മരത്തിൽ ഓറഞ്ച് ചെയ്യണത്. എന്നാ പിന്നെ കുറച്ച് പറിക്കാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ നാച്ചുറൽ ഓറഞ്ചും പറിച്ച് നമ്മൾ അവിടെ നിന്നിട്ട് ഇറങ്ങി. ഫോൾ വെച്ചാൽ അടുത്തൊരു വീഡിയോയിൽ കാണാം.